റൈറ്റ്. ശ്രീ ദീപൻ, അവിടെയാണ് അതായത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് വരവും ചെലവും തമ്മിലുള്ള താരതമ്യം എന്നുള്ളതാണ്. ആ അന്തരം ഏറ്റവും കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ വലിയൊരു തുക വിദേശ ഏജൻസികളിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതിന്റെ പലിശ വളരെ കൃത്യമായി നൽകേണ്ടതുണ്ട്. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊന്നും കേന്ദ്ര സർക്കാരിന് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ച ഇപ്പോൾ സാധ്യമാകുന്ന ഒന്നല്ല. നിരവധി സർക്കാർ ജീവനക്കാരുണ്ട്. അവരുടെ ദൈനംദിന ജീവിത ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ ശമ്പളത്തിൽ തൊടാൻ സാധിക്കില്ല. മറ്റൊന്ന് പെൻഷൻ എന്നതാണ്. ഈ പെൻഷനിലും തൊടാൻ സാധിക്കില്ല. അങ്ങനെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതത്തിന്മേലാണ് പ്രധാനമായും കൈവയ്ക്കുന്നത് എന്നുള്ള ഒരാക്ഷേപമുണ്ട്. ഈ ബജറ്റിൽ ആ നിലയിലുള്ള ഒരു ബാലൻസിംഗ് എന്നത് എങ്ങനെ നടപ്പിലാക്കാനായിരിക്കും ശ്രമിക്കുക? ദീപൻ, ബാലൻസിംഗ് നടപ്പിലാക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പറഞ്ഞോളൂ. എന്നോടാണോ ചോദ്യം? അതെ, ദിബിനോടാണ്. ബാലൻസിംഗ് നടപ്പാക്കുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഡിഫൻസ്, നമ്മൾ ലാസ്റ്റ് ബജറ്റ്, കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റിന് വകയിരുത്തിയിട്ടുള്ള തുക 5 ലക്ഷം കോടി രൂപ എങ്ങാനുമാണ് വകയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്തൊന്നും യാതൊരുവിധ കോംപ്രമൈസും, പ്രത്യേകിച്ച് മോദി സർക്കാർ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരിക്കലും ചെലവിടൽ കുറയ്ക്കുക എന്നുള്ളൊരു അജണ്ടയിലേക്ക് സർക്കാർ ഒരിക്കലും പോവില്ല. പിന്നെയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ കോവിഡിന് ശേഷം സർക്കാരിന്റെ ഈ വലിയ പദ്ധതികൾക്കായിട്ടുള്ള ചെലവിടലിൽ വലിയ തോതിലുള്ള വർധനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ സർക്കാർ ഇപ്പോൾ ഒരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത് 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ വികസിത ഡെവലപ്ഡ് നാഷൻ ആക്കി മാറ്റാം. ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് നിന്ന് മാറ്റിയിട്ട് ഒരു വികസിത യുഎസ് എല്ലാം പോലെ വികസിത രാജ്യമായി മാറുക എന്നുള്ളതാണ് 2047 ആകുമ്പോഴേക്കും മോദി സർക്കാരിന്റെ ടാർഗറ്റ്. അതെല്ലാം പറയുന്നത്, ഈ ടാർഗറ്റ് എല്ലാം പറയുന്നത് നമ്മളിപ്പോൾ പ്രത്യക്ഷമായിട്ട് മീഡിയയിലും എല്ലാത്തിനകത്തും ഉയർത്തിക്കാട്ടുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വികസിത സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിലാണ്. അത് യഥാർത്ഥത്തിൽ ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണോ ഇപ്പോൾ ഉള്ളതെന്നുള്ളത് വേറെ വിഷയം. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തന്നെ ടെക്നിക്കലി പറയുമ്പോൾ 2047 ആകുമ്പോഴേക്കും ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്ന്. അപ്പൊ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയിട്ടാണ് വലിയ വലിയ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് വലിയ തോതിൽ തുക വകയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കോവിഡ് വലിയ തോതിൽ നമ്മുടെ ഈ വികസന പ്രവർത്തനങ്ങളെയും അതുപോലെ എക്കണോമിക് ആക്ടിവിറ്റി എല്ലാം വല്ലാതെ ബാധിച്ചു. അപ്പോൾ ഈ കോവിഡിന് ശേഷമാണ് പ്രത്യേകിച്ച് ഈ ക്യാപിറ്റൽ മൂലധന ചെലവിടലിൽ വലിയ തോതിലുള്ള വർധനവ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വർധനവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ലക്ഷ്യം മോദി സർക്കാരിന് 2047 സാധ്യമാവണമെന്നുണ്ടെങ്കിൽ ഈ സ്പെൻഡിങ് കൂട്ടുക എന്നുള്ളത് മാത്രമേ മുമ്പിലുള്ള ഓപ്ഷനുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലകൾ എടുക്കാം. എല്ലാം കൂടി ഉൾപ്പെട്ടിട്ടുള്ള അടിസ്ഥാന സൗകര്യ മേഖലകളിൽ ഈ 2047 ഇന്ത്യ വികസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ വലിയൊരു ഡെഫിസിറ്റ് ഉണ്ട്. വേണ്ടത്ര അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ ഈ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള ഒരു കാര്യമല്ല ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് കൂട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ തന്നെ കമ്മി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏകദേശം 880 ലക്ഷം കോടി രൂപ എങ്ങാനും ഈ 2047 ആകുമ്പോഴേക്ക് ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്യാപെക്സ് കൂട്ടുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പൊ ക്യാപെക്സ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് കൂടുതൽ പ്രൈവറ്റ് പ്ലെയേഴ്സിന്റെ, ഒരിക്കലും സർക്കാരിന് ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിനകത്ത് പ്രൈവറ്റ് പ്ലെയേഴ്സിന്റെ പാർട്ടിസിപ്പേഷൻ ഉറപ്പാക്കുക എന്നുള്ളതും കൂടി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പൊ ആ തരത്തിലുള്ള ഡിസിഷൻസ് ഇനിയുള്ള ബജറ്റിലാണെങ്കിലും അത് കഴിഞ്ഞ് വരുന്ന ഫുൾ ഫ്ലഡ്ജ്ഡ് ബജറ്റിലാണെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനകത്ത് യാതൊരുവിധ സംശയവും വേണ്ട. പക്ഷെ ഇതിനകത്ത് കാണുന്ന ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകം എന്താണെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കടം കുറച്ച് അല്ലാന്നുണ്ടെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ട് ഒരു രാജ്യത്തിന് കടം കുറവ്, എപ്പോഴും നമ്മൾ രാജ്യമാണെങ്കിലും വ്യക്തിയാണെങ്കിലും ഒക്കെ നമുക്ക് ബാധ്യത ഇല്ലാതാവുമ്പോഴാണല്ലോ സമാധാനം എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് എത്തുക, അല്ലെങ്കിൽ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുക. അപ്പൊ അതിനകത്ത് ഇപ്പോൾ എങ്ങനെ ഇന്ത്യക്ക് അതിന് സാധിക്കും, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ഇന്ത്യക്കല്ല ഏതൊരു സൊസൈറ്റിക്ക് ആണെങ്കിലും സാധിക്കും. അപ്പൊ അതിനകത്ത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന തദ്ദേശീയമായിട്ടുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം. അപ്പൊ ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാണ് ആത്മനിർഭർ ഭാരത് പോലെയുള്ള പദ്ധതികളൊക്കെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. പക്ഷെ എങ്കിൽ പോലും ഇപ്പൊ നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ബില്യൺ കണക്കിന് ടേൺ ഓവർ ഉള്ള അല്ലെങ്കിൽ ബില്യൺ കണക്കിന് മൂല്യമുള്ള വിരലിലെണ്ണാവുന്ന കമ്പനികളാണ് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് ഇതിനെ കുറച്ചും കൂടി ജനാധിപത്യവൽക്കരിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ
ബില്യൺ മാറ്റിയിട്ട് നമുക്ക് സപ്പോസ് ഒരു മില്യൺ കണക്കിന് വരുമാനം ഉണ്ടാക്കുന്ന മില്യൺ കണക്കിന് സംരംഭങ്ങളാവണം നമുക്ക് വേണ്ടത്. അല്ലാതെ ബില്യൺ കണക്കിന് ഡോളറുകൾ ഉണ്ടാക്കുന്ന വിരലെണ്ണാവുന്ന സംരംഭങ്ങളല്ല, വൻകിട കോർപ്പറേറ്റുകളല്ല നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ജനാധിപത്യ ഒരു ഡെമോക്രറ്റൈസേഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാനുള്ള ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലായിരിക്കണം നമ്മുടെ ബജറ്റിൽ പ്രത്യേകിച്ച് ചെലവിടലിന്റെയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരേണ്ടത്. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു വൈരുദ്ധ്യം നിലനിൽക്കുന്നുണ്ട്. കാരണം ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക ഐഡിയോളജിയാണ് സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു അതൊരു എവല്യൂഷണറി പ്രക്രിയയാണ്. കാലം ചെല്ലുന്തോറും അത് ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ എന്നാൽ പോലും BJPക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഈ സംഘപരിവാറിനുള്ളിൽ തന്നെ അതിനകത്ത് വൈരുദ്ധ്യം നിറഞ്ഞ ഒരുപാട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം വാജ്പേയി സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഗ്ലോബലൈസേഷനെതിരെ സ്വദേശി ജാഗരൺ മഞ്ച് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ രംഗത്തിറങ്ങിയിട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ മോദിക്ക് ഒരു പരിധി വരെ അതിന് ആ ഒരു എതിർപ്പ് കുറച്ചൊന്ന് ഡിസിമേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പരിധിക്കപ്പുറം നമ്മൾ ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തെ ബ്ലാങ്ക് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു നയത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിനെങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതായിരിക്കും വലിയൊരു വെല്ലുവിളി എപ്പോഴും.